ഹലോ. അപ്പോൾ ഞാൻ അജിത്താണ്. എന്നെ ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ലേ ഓൾറെഡി. അപ്പോൾ എൻ്റെ മെൻറ്റർഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അഭിനന്ദ്. അഭിനന്ദിനെ ഇപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ വന്ന വീഡിയോയിലും അതുപോലെ തന്നെ അന്ന് നീറ്റിൻ്റെ അന്ന് നടന്ന ഡിസ്കഷനിലും അഭിനന്ദ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അത്യാവശ്യം ഈ NEET 22 അത്യാവശ്യം നല്ല രീതിയിൽ എഴുതിയിട്ടാണ് അഭിനന്ദ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് അഭിനന്ദ് ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ അന്ന് ഷോർട്ടായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചോദിക്കാം അല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു അഭിനന്ദ് 2022 എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം നല്ല ഈസി. ഇനി ഞാൻ വിചാരിച്ചതിനെക്കാട്ടും ഈസി ആയിട്ട് എക്സാം വന്ന് അതിനെക്കൊണ്ട് നല്ലതിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റി. അഭിനന്ദ് പിന്നെ തുടക്കം മുതലേ ഭയങ്കര ഉഷാറായിട്ട് എന്താ പറയുക, എല്ലാ എക്സാമിലും ഒരുപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്ന ആളാണ്. അപ്പോൾ നല്ല ഹാർഡ് വർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എഴുതുന്ന ആൾക്കാരോടും പറയാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാന്നുള്ള കാര്യമാണ് അല്ലേ. ഇപ്പോൾ ഒരു എക്സാമുകൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു എക്സാം എഴുതിയതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാമുകൾ എഴുതുന്നത് ഇമ്പോർട്ടൻ്റ് ആണോ? എക്സാം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. എക്സാം സ്കിപ്പ് ചെയ്താൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറയുമ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്തു അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള മനസ്സിലാവില്ല ക്വസ്റ്റ്യൻ എക്സാം സ്കിപ്പ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ പഠിച്ചു തീർന്നിട്ടില്ലെങ്കിലും എക്സാം എഴുതേണ്ടത് വളരെ ആ ചാപ്റ്റർ പഠിച്ചിട്ടില്ലെങ്കിലും എക്സാം എന്തായാലും എഴുതിയിരിക്കണം. എക്സാമിന് ശേഷം എന്താ ചെയ്യല്? എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ തെറ്റിക്കണോ ആ തെറ്റ് അപ്പം തന്നെ ക്ലിയർ ചെയ്താൽ പിന്നെ അടുത്ത എക്സാമിൽ ആ തെറ്റ് പിന്നെ ഉണ്ടാവില്ല. എത്ര തെറ്റുണ്ടോ നമ്മൾ പഠിക്കുന്ന സമയത്ത് എത്ര തെറ്റുന്നുണ്ടോ അത്രയും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. അതെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. കാരണം നമ്മൾ എക്സാമുകൾ എഴുതുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ എന്താ പറയുക, ഓരോ എക്സാം എഴുതിയതിന് ശേഷം അതിൽ വന്ന മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് പോവുക. അതാണ് ഇപ്പോൾ ഈ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്കോർ ചെയ്ത എല്ലാവരുടെയും ഒരു കോമൺ ഫാക്ടർ എന്താന്ന് പറഞ്ഞാൽ അതായിരിക്കും. അവർ വന്ന മിസ്റ്റേക്സ് എല്ലാം കറക്റ്റ് ചെയ്ത്. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരുടെ കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഭയങ്കര ഉഷാറായിട്ട്. അപ്പോൾ അതാണ് നമുക്കുണ്ടായ മിസ്റ്റേക്സ് ആണ് നമ്മൾ എന്തൊക്കെയാണ് അവരോട് ചെയ്യേണ്ടതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. അവരൊക്കെ അതുപോലെ തന്നെ ഫോളോ ചെയ്ത് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ എഴുതി വന്നിരിക്കുന്ന ആൾക്കാരാണ്. കൺഗ്രാറ്റ്സ്, അടിപൊളിയാക്കി.